ഹലോ മക്കൾസ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ ചേക്ക്. എൻ്റെ പൊന്നുമക്കളെ, നമ്മൾ ഏവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന നമ്മുടെ സ്വന്തം ഫിസിക്സിൻ്റെ എക്സാം, അതായത് ബേസിക് സയൻസിൻ്റെ എക്സാം നാളെ നടക്കാൻ പോവുകയാണ്. എല്ലാവരും ആ പരീക്ഷയുടെ ഒരു ടെൻഷനോടുകൂടി ഇരിക്കുകയായിരിക്കും. മക്കളെ, ഒരു ടെൻഷനും വേണ്ട, നമ്മളുള്ളപ്പോൾ നിങ്ങൾക്ക് എന്തിനാണ് ടെൻഷൻ? അതുകൊണ്ട് തന്നെ ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും ഒരുമിച്ച് പരീക്ഷ എഴുതാൻ പോകുന്ന മക്കൾക്ക് ഒരു കാരണവശാലും ഒറ്റയ്ക്കിരുന്നാൽ പഠിക്കാൻ കഴിയില്ല. ഒറ്റയ്ക്കിരുന്നാൽ ഒരു ശ്രദ്ധയോടു കൂടി പഠിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഒരുപാട് ചാപ്റ്റർ പഠിക്കുമ്പോൾ ആകെ കൺഫ്യൂഷൻ ആവുന്നു, മുന്നേ പഠിച്ച കാര്യങ്ങളൊക്കെ മറന്നു പോകുന്നു. അങ്ങനെയുള്ള കുട്ടികൾക്കൊക്കെ ഞങ്ങൾ ഒരു ഐഡിയ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മക്കൾ, നമ്മുടെ ഫിസിക്സിൽ 20 പേർക്ക് നേടാൻ ഇനി ആകെ ഒറ്റ വഴി മാത്രമേ. ഏതാണ് വഴി? ഞാൻ പറയുന്ന വാക്കുകളിലേക്കും സ്ക്രീനിലേക്കും മാത്രം ശ്രദ്ധിക്കുക. നമ്മൾ എന്താണ് ആ വഴി എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരും. അതോടൊപ്പം തന്നെ ഇന്ന് വൈകുന്നേര സമയത്ത് കൃത്യം 7 മണിക്ക് ഞങ്ങൾ സയൻസിൻ്റെ ലൈവ് ക്ലാസ്സുമായിട്ട് വരുന്നുണ്ട്. ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും. ഒരു കാരണവശാലും നിങ്ങൾ ആ ക്ലാസ്സിനകത്ത് എന്ത് ചെയ്യാൻ പാടില്ല, മിസ് ചെയ്യാൻ പാടില്ല. ഇനി എത്ര ദീർഘമാണെങ്കിലും എത്ര നേരം വൈകിയാലും മുഴുവൻ ക്ലാസ്സുകൾ കണ്ടത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നിങ്ങൾ കിടന്നുറങ്ങാൻ പാടുള്ളൂ. നാളെ ഒരൊറ്റ ദിവസത്തിന് വേണ്ടി ഇന്ന് നമ്മൾ കഷ്ടപ്പെട്ടാൽ വരാനിരിക്കുന്ന പരീക്ഷകളൊക്കെ സിമ്പിളായിരിക്കും. മക്കൾ, ഇനി എങ്ങനെ നമ്മൾ പഠിക്കണം? ഏത് ചാപ്റ്റർ തൊട്ട് പഠിക്കണം? എങ്ങനെയൊക്കെ പഠിക്കണം? ഒരുപാട് ചാപ്റ്ററുകൾ അതുകൊണ്ട് പഠിക്കാൻ കഴിയുന്നില്ല. അങ്ങനെയുള്ള കൂട്ടുകാർ കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. മക്കളെ ശ്രദ്ധിക്കുക, നമുക്ക് ടോട്ടൽ 7 ചാപ്റ്ററുകളാണ് വരുന്നത്. ആ ചാപ്റ്ററിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി, സ്ഥിത വൈദ്യുതി, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ സൗണ്ട് എന്ന് പറഞ്ഞാൽ ചെറിയ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്ററാണ്, പക്ഷേ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനകത്ത് നിന്ന് ഏത് ചോദ്യങ്ങൾ വന്നാലും നിങ്ങൾ തെറ്റിക്കാൻ പാടില്ല. പിന്നെ അടുത്ത റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് ഇൻ സ്പെറിക്കൽ മിറർ, പ്രകാശത്തിൻ്റെ പ്രതിപതനം, പിന്നെ മാഗ്നറ്റിസം. ഈ 4 ചാപ്റ്ററുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് അതൊന്നും ഒരു ചാപ്റ്ററിന് ഏതൊക്കെ രീതിയിൽ എങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരും, ഏത് കട്ടുകെട്ടി ചോദ്യം വന്നാലും നിങ്ങൾക്കത് എഴുതാൻ പറ്റുന്ന കോൺഫിഡൻ്റ് രൂപത്തിലുള്ള ചോദ്യങ്ങളുമായിട്ടാണ് ഞങ്ങൾ ഇന്ന് വൈകുന്നേരം വരുന്നത്. അതുകൊണ്ടാണ് മക്കളെ ഞാൻ പറഞ്ഞത്, നിങ്ങൾ കാണുന്നതോടൊപ്പം തന്നെ നിങ്ങളെ ഫ്രണ്ട്സിലേക്കൊക്കെ മാക്സിമം എന്ത് ചെയ്യണം, ഈ ഒരു വിവരം ഷെയർ ചെയ്യണം. അവരെല്ലാവരും ഒത്തൊരുമിച്ച് വന്ന് നമുക്ക് ഒരു ഒറ്റക്കെട്ടായി ഒരുപാട് കാര്യങ്ങൾ പഠിച്ച് നാളത്തെ പരീക്ഷയിൽ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ അതേ രൂപത്തിലുള്ള അതേ മെത്തേഡിലുള്ള ചോദ്യങ്ങൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഈസി ആയിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഓരോരുത്തർക്കും എഴുതാൻ പറ്റണം. അതിനുവേണ്ടിയാണ് ഞങ്ങൾ കഷ്ടപ്പെടുന്നത്. മക്കൾ നോക്കോളൂ, ഇതിനകത്ത് മാഗ്നറ്റിസം എന്നുള്ള ചാപ്റ്ററിനകത്ത് സിമ്പിളാണ്. അതും അതേപോലെ തന്നെ സൗണ്ട് എന്ന ചാപ്റ്ററും. ഈ 2 ചാപ്റ്ററിൽ നിന്ന് കൂടുതൽ ചോദ്യങ്ങൾ വന്നാൽ നിങ്ങൾ ഒരു കാരണവശാലും തെറ്റിക്കാൻ പാടില്ല. സിമ്പിളാണ്, അതിനകത്ത് പ്രോബ്ലങ്ങളൊന്നുമില്ല. പക്ഷേ റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് ഇൻ സ്പെറിക്കൽ മിറർ, പ്രകാശത്തിൻ്റെ പ്രതിപതനം, അതിനകത്ത് ലെൻസ് മിററുകളൊക്കെ വെച്ചിട്ടുള്ള ചിത്രങ്ങൾ വരയ്ക്കാനുണ്ട്, അതിനകത്ത് പ്രോബ്ലം ചെയ്യാനുണ്ട്, ആവർത്തനം മാഗ്നിഫിക്കേഷൻ പഠിക്കാനുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞാൽ അതിനകത്ത് പ്രോബ്ലങ്ങളൊന്നുമില്ല, പക്ഷേ ചോദ്യങ്ങൾ കണ്ടാൽ നിങ്ങൾ ആകെ കൺഫ്യൂഷനാകും. അപ്പോൾ എപ്പോഴും പരീക്ഷയ്ക്ക് നമുക്ക് ഈസി ടു ഡിഫിക്കൽട്ട് എന്നുള്ള രൂപത്തിലാണ് ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കേണ്ടത്. ആ 20 മാർക്കിൻ്റെ ചോദ്യത്തിന് നിങ്ങൾക്ക് 7 ചാപ്റ്റർ വരുന്നുണ്ട്. ആദ്യത്തെയും അതേപോലെ തന്നെ സെക്കൻഡും തേർഡും. ഈ 3 ചാപ്റ്റർ നിങ്ങൾ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി. അത് എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്നുള്ളതൊക്കെ നമ്മൾ വൈകുന്നേര സമയത്ത് എന്തെങ്കിലും ഡിസ്കസ് ചെയ്യും. ഇനി ചോദ്യങ്ങളൊക്കെ ഞങ്ങളെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. മക്കളിപ്പോൾ ഒരു എക്സാമ്പിൾ, ഇതേപോലത്തെ ഒരു ചോദ്യം വന്ന നാളെ ഇങ്ങനത്തെ ഒരു ചോദ്യം കണ്ടു കഴിഞ്ഞാൽ, ഇത്ര ടൈറ്റിലൊരു ചോദ്യം വന്നാൽ നിങ്ങൾ ഒരു കാരണവശാലും തെറ്റിക്കാൻ പാടില്ല. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കൂ, ചിത്രത്തിലേക്ക് നോക്കൂ. ഇങ്ങനെ ഒരു ചിത്രം തന്നിട്ട് തൊട്ടടുത്ത് എന്ത് ചെയ്തു, ഒരു പോസിറ്റീവ് ചാർജുള്ള റോഡ് വെച്ചിട്ടുണ്ട്. ഇവിടെ എക്സ് എന്ന് പറഞ്ഞാൽ ഈ ഒരു വൈറ്റ് കളറാണ്, അതിൻ്റെ ചാർജ് കണ്ടെത്താൻ പറയും. അപ്പോൾ ചോദ്യം നോക്കുക, ചാർജുള്ള ഒരു വസ്തു എക്സ് എന്ന ലോഹ വസ്തുവിന് സമീപം കൊണ്ടുവന്നിരിക്കുന്നു. ഈ വസ്തുവിനെ ചാർജ് ചെയ്യുന്ന രീതികളിലാണ് ഒന്ന് ഇത് പറഞ്ഞത്. ഇത്തരത്തിലുള്ള ചാർജിങ് എന്ത് പേരിൽ അറിയപ്പെടുന്നു? അതോടൊപ്പം തന്നെ എക്സിൽ രൂപപ്പെടുന്ന ചാർജ് അടയാളപ്പെടുത്തുക. അല്ലേ? ഇതേപോലത്തെ ഒരു ചോദ്യം നമ്മൾ എപ്പോഴും പ്രതീക്ഷിക്കണം ഗായ്സ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എ ചാർജർ ബോഡി ഈസ് ബ്രോട്ട് നിയർ ടു മെറ്റാലിക് ബോഡി എക്സ് ആസ് ഷോൺ ഇൻ ഫിഗർ ആണ്. ദിസ് ഈസ് ദ വൺ ഓഫ് ദ മെത്തേഡ് ഓഫ് ചാർജിങ്. ഇത് ചാർജ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. അങ്ങനെയെങ്കിൽ നെയിം ദിസ് മെത്തേഡ് ഓഫ് ചാർജിങ്. ഈ ചാർജിങ്ങിനെ പറയുന്ന പേരെന്താണ്? അതോടൊപ്പം തന്നെ മാർക്ക് ദ ചാർജ് ഡെവലപ്ഡ് ഓൺ. ഇവിടെ ഏത് ചാർജുകൾ രൂപപ്പെടുന്നു എന്നുള്ളതൊക്കെ നമുക്ക് പരീക്ഷയ്ക്ക് വരും. ഞാനൊന്ന് സിമ്പിളായിട്ടൊന്ന് പറഞ്ഞുതരാം. ഇങ്ങനെ ഇതിനകത്ത് ടച്ച് ചെയ്തിട്ടില്ലെങ്കിൽ അതിനെ നമ്മൾ പറയുന്ന പേരെന്താണ്? ചാർജ് ബൈ ഇൻഡക്ഷൻ. എന്താ പറയുക? ഇൻഡക്ഷൻ. ചാർജ് ബൈ ഇൻഡക്ഷൻ എന്നുള്ള പേര് ഓർത്തിരിക്കുക. അതായത് പ്രേരണം വഴിയുള്ള ചാർജിങ്. എന്താ പറയുക? പ്രേരണം വഴിയുള്ള ചാർജിങ്. ഇനി ഈ പ്രേരണം വഴിയുള്ള ചാർജിങ് ഇതേത് ചാർജാണോ അതിൻ്റെ ഓപ്പോസിറ്റ് ചാർജ് ആയിരിക്കും ഇവിടെ ഫോം ചെയ്യുക. അങ്ങനെയെങ്കിൽ ആ എക്സ് എന്ന ഭാഗത്തിൻ്റെ അടുത്ത ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ അതിൻ്റെ അടുത്ത പോസിറ്റീവ് ചാർജ് ഫോം ചെയ്യുന്നു. ഇങ്ങനെയാണ് ചാർജുകൾ ഇവിടെ എന്ത് ചെയ്യുന്നത്, ക്രമീകരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ എന്ന് വന്നാൽ എൻ്റെ 8ാം ക്ലാസ്സുകാരെ നിങ്ങൾ തെറ്റിക്കാൻ പാടില്ല.
ഇതേപോലെയുള്ള ചോദ്യങ്ങൾ. ഇനി അടുത്തൊരു ചോദ്യം നോക്കൂ. വിച്ച് ഓഫ് ദ ഫോളോയിങ് മേ ബി ദ മാഗ്നിഫിക്കേഷൻ ഓഫ് ഇമേജ് ഫോംഡ് ബൈ കോൺവെക്സ് മിറർ ജസ്റ്റ് യുവർ ആൻസർ എന്നാണ്. ഇങ്ങനെയൊക്കെ കിട്ടി ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ? എന്നിട്ട് ബ്രാക്കറ്റിനകത്ത് 2, അതായത് 1/2, അതായത് 1/2 പറഞ്ഞാൽ 0.5, പിന്നെ -5 ഇങ്ങനെ തന്നിട്ട് നിങ്ങളോട് ഇതിൻ്റെ ആവർത്തന മാഗ്നിഫിക്കേഷൻ എങ്ങനെ ചെയ്യാം നിങ്ങൾക്കൊന്ന് ചെയ്യാൻ പറ്റുമോ? അങ്ങനെയെങ്കിൽ ഇതിൻ്റെ താഴെ ഇതിൻ്റെ ആൻസർ ഒന്ന് കമൻറ്റ് ബോക്സിനകത്ത് രേഖപ്പെടുത്തിക്കുക നിങ്ങൾ. ഇനി ഇതേപോലെ ഒട്ടനവധി ഒരുപാട് ചോദ്യങ്ങൾ സെറ്റാക്കിയിട്ടാണ് നമ്മളിന്ന് വൈകുന്നേരത്തെ ക്ലാസ്സിൽ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നു, പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ കൃത്യം എല്ലാവരും എന്ത് ചെയ്യുക, വൈകുന്നേരം 7 മണിക്ക് തന്നെ കറക്റ്റ് സമയത്ത് ജോയിൻ ചെയ്യുക. ഫിസിക്സും കെമിസ്ട്രിയും ബയോളജി നമ്മൾ അടിപൊളിയായിട്ട് പഠിക്കും. നാളത്തെ പരീക്ഷ സെറ്റാക്കും. ഈ 7 ചാപ്റ്ററിൽ നിന്ന് ഏതൊക്കെ ഏരിയയിലൂടെ നിങ്ങൾ പോകണം, ഓരോ ചാപ്റ്ററിൽ നിന്ന് 10 ചോദ്യം വെച്ച് നമുക്ക് 70 ചോദ്യങ്ങൾ നമ്മൾ പഠിച്ചാൽ 70 ചോദ്യം നിൽക്കുമ്പോൾ നിങ്ങൾ പേടിക്കേണ്ട. അതിനകത്ത് ഈസിയിൽ നിന്ന് ഡിഫിക്കൽട്ടിലേക്ക് വരുന്ന ചോദ്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഈസി ആയിട്ട് നിങ്ങൾക്ക് നാളെ 20 മാർക്ക് നേടാൻ പറ്റും. അങ്ങനെ പറ്റണമെങ്കിൽ എന്ത് വേണം, ഇന്നത്തെ ക്ലാസ് നിങ്ങൾ മിസ് ചെയ്യരുത്. അപ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ചോദ്യങ്ങളൊക്കെ നമ്മൾ ഇന്ന് വൈകുന്നേരം കൃത്യം 7 മണിക്ക് ഡിസ്കസ് ചെയ്യും. അപ്പോൾ നിങ്ങളെല്ലാവരും കറക്റ്റ് ടൈമിൽ ജോയിൻ ചെയ്യുക. നമുക്ക് അടിപൊളിയാക്കണം. നാളത്തെ പരീക്ഷ പുഷ്പം പോലെ നിങ്ങൾക്ക് എഴുതാൻ പറ്റണം. ഓക്കേടാ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. നമുക്ക് വൈകുന്നേരം കാണാം. ഞാനും മുഫീദ മിസ്സും മിഥില മിസ്സും ഷെഫീഖ് സാറും അതേപോലെ തന്നെ പ്രിട്ടി മിസ്സും ഫാസിൽ സാറും എല്ലാവരും ഞങ്ങൾ നിങ്ങൾക്കൊപ്പമുണ്ട്.